MS-ൻ്റെ കുറിപ്പുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് UDFൻ്റെ ഒരു ഇലക്ഷൻ പരസ്യത്തെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് ആ പരസ്യം ഒന്ന് കണ്ടുവരാം. അതെ, ചേച്ചിയുടെ പതിവ് വരാതെ ഉടനെ തീരും. അടുത്ത ചിട്ടിക്ക് ഞാനും ഉണ്ട്. എന്താണ് ഇൻക്രിമെന്റ് വല്ലതും കിട്ടിയോ? അതൊന്നുമല്ല, മാസം മാസം നമുക്ക് എല്ലാവർക്കും നല്ലൊരു തുക നീക്കിയിരിപ്പ് കിട്ടും. UDF വരല്ലേ KSRTC ബസ്സിൽ ഇനി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതാണ് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. അങ്ങനെ ആ ബസ് കാശ് ഇനി നമ്മുടെ സമ്പാദ്യം. ഇത് സ്ത്രീകൾക്കുള്ള UDFന്റെ ആദരവാണ്. ഈ പ്രഖ്യാപനം വഴി സ്ത്രീജനങ്ങൾ ആകെ ത്രില്ലടിച്ച് ഇരിക്കുകയാണ് പോലും. അത് അവിടെ നിൽക്കട്ടെ. UDFൻ്റെ ഭരണകാലത്തും LDFൻ്റെ ഭരണകാലത്തും ഉള്ള KSRTCയുടെ അവസ്ഥ ഒന്ന് കണ്ടുപോകാം. ആദ്യം UDF ഭരണകാലത്തെ സ്ഥിതി നോക്കാം. ഈ KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നേക്കും എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. മുന്നോട്ട് പോകാൻ കഴിയാതെ UDF ഭരണകാലത്ത് ഓരോ വർഷവും 600 കോടി രൂപയുടെ നഷ്ടമാണ് KSRTCക്ക് ഉണ്ടായത്. 2011 മുതൽ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ 2016 ഇറങ്ങുമ്പോൾ KSRTCയുടെ കടം 3144 കോടി രൂപയായി. ഈ തിങ്കളാഴ്ച KSRTCയുടെ കളക്ഷൻ ടിക്കറ്റ് വരുമാനം മാത്രം 12 കോടി 18 ലക്ഷം രൂപയിലേക്ക് വന്നു. മറ്റ് വരുമാനങ്ങൾ അങ്ങനെ കടയുടെ വാടക, മറ്റ് പെട്രോൾ പമ്പിൻ്റെ പൈസ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 13 കോടി 2 ലക്ഷം രൂപ നമുക്ക് വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ്. KSRTC ജീവനക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ, ദൃശ്യമാധ്യമങ്ങൾ, ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു സഹകരണമാണ് ഈ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ഞാൻ പറയും. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച നേട്ടമായി നിങ്ങളിതിനെ അംഗീകരിക്കണം. എന്നേക്കുമായി അടച്ചുപൂട്ടലിലേക്ക് പോയ KSRTCയെ ഇടതുമുന്നണി സർക്കാർ തിരിച്ചു കൊണ്ടുവരികയാണ്. ആ പാതാള കുഴിയിൽ നിന്നുമാണ് LDF ഗവൺമെൻറ് KSRTCയെ കൈപിടിച്ച് ഉയർത്തിയത്. ഇപ്പോഴും ലാഭത്തിൽ ആയി എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ ആണ് UDFൻ്റെ പ്രഖ്യാപനം വരുന്നത്. KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ യാത്ര. എങ്ങനെയെങ്കിലും മെച്ചപ്പെട്ട KSRTCയെ വീണ്ടും അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്കീം പ്രഖ്യാപിച്ചത്. കർണാടക RTCയും ആന്ധ്രാപ്രദേശും ഈ സ്കീം നടപ്പിലാക്കിയതാണ്. എന്നിട്ട് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് ലേശം എങ്കിലും വിവരമുള്ളവർ ഇത് കേരളത്തിൽ നടപ്പിലാക്കില്ല. കർണാടകത്തിലെ സ്ത്രീകളുടെ ഫ്രീ ബസ് യാത്രയിൽ 2024 4300 കോടിയും 2025 6000 കോടിയും ആണ് ഗവൺമെൻറ്റിൻ്റെ ചെലവ്. കേരളത്തിൽ അത്രയും കോടി മുടക്കി KSRTCയെ രക്ഷിക്കാനാകുമോ? പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ കൂലിയും കർണാടകത്തിലെ ജനങ്ങളുടെ കൂലിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതൊക്കെ വച്ച് നോക്കിയാൽ ഈ ഫ്രീ യാത്ര ഒഴിവാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ KSRTC നശിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് അധികാരം വേണം എന്ന് പറയുന്നവരോട് വേറെ എന്ത് പറയാൻ? വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.